ഗൈസ്, ഇന്ന് നമുക്കൊരു എയർ സ്പാ ചെയ്താലും. ഞാൻ കുറച്ച് നാളായിട്ട് എയർ സ്പാ ഒക്കെ ചെയ്തിട്ട് ഞാൻ 3 വർഷമായിട്ട് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്പാ ക്രീമാണിത്. അപ്പോൾ ആദ്യം തന്നെ ഹെയർ നല്ല രീതിക്ക് ഷാമ്പു ഇട്ട് വാഷ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ചെറിയ നനവോടെയാണ് നമ്മൾ ഈ ഒരു സ്പാ ക്രീം അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയർ ആയതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ മന്ത്ലിയും സ്പാ അത്യാവശ്യമാണ് കേട്ടോ. പക്ഷെ ഞാൻ സലൂണിൽ ഇതുവരെ പോയി സ്പാ ചെയ്തിട്ടില്ല. ഞാൻ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ മന്ത്ലി ചെയ്യുന്നത്. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അങ്ങനെ നല്ല രീതിക്ക് ഈ ഒരു ക്രീം നമ്മുടെ ഓരോ സ്ട്രാൻഡ്സ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, നല്ല രീതിക്ക് ഹെയർ മസാജ് ചെയ്യുകയാണ് കേട്ടോ. ഒരു 10 മിനിറ്റോളം നല്ല കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. വേറെ ആരെങ്കിലും ചെയ്തു വരാനാണെങ്കിൽ കുറച്ചും കൂടെ സുഖമാണ്. ഇതിപ്പോൾ ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നല്ല രീതിക്ക് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റീം ചെയ്ത് ഒരു ടവൽ എടുക്കുക. എന്നിട്ട് നല്ല രീതിക്ക് കെട്ടിക്കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞൊരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാഷ് ചെയ്തു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. നല്ല അടിപൊളിയായിട്ട് ഹെയർ വന്നിട്ടുണ്ട്. നമ്മൾ സലൂണിൽ പോയി വെറുതെ പൈസ കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു ക്രീം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ വെച്ച് സ്പാ ചെയ്യാം. നല്ല അടിപൊളിയായിട്ടുണ്ട് ഹെയർ. അപ്പോൾ ബൈ ബൈ.